നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പന്നിയങ്കര ടോൾ വിഷയം. തിരുവനന്തപുരത്ത് മന്ത്രിതല സംഘം നടത്തിയ ചർച്ച പരാജയം. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന കരാർ കമ്പനി അധികൃതർ. KSEB ജീവനക്കാർക്ക് നേരെയും ഓഫീസിന് നേരെയും നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി ജീവനക്കാരുടെ പ്രതിഷേധം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിന് മുന്നിൽ ധർണ നടത്തി. സർക്കാരിന്റെ തെറ്റായ നയം മൂലം നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ലെൻസ്പെഡ് ഭാരവാഹികൾ. നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ലെൻസ്പെഡ്. വാർത്തകൾ വിശദമായി. പന്നിയങ്കര ടോൾ വിഷയം. തിരുവനന്തപുരത്ത് മന്ത്രിതല സംഘം നടത്തിയ ചർച്ച പരാജയം. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ടോൾ കമ്പനി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് കരാർ കമ്പനി അധികൃതരുമായി മന്ത്രിതല സംഘം നടത്തിയ ചർച്ച പരാജയം. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്ന കാര്യത്തിൽ നിന്നും പുറകോട്ടില്ലെന്ന് ടോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കി. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രിമാരും MLA-മാരും കരാർ കമ്പനി അധികൃതരെ അറിയിച്ചു. ഇനിയൊരു തീരുമാനമുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരും. ഏകപക്ഷീയമായി ടോൾ പിരിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് PP സുമോദ് MLA പറഞ്ഞു. 2.5 വർഷം മുൻപ് ആരംഭിച്ച ടോൾ പിരിവിൽ നിന്നും പ്രദേശത്തെ 6 പഞ്ചായത്തുകളെ ഒഴിവാക്കിയിരുന്നു. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി പഞ്ചായത്തുകളെയും തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിനെയുമാണ് ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കിയത്. എന്നാൽ പ്രദേശവാസികളിൽ നിന്നും ഇടയ്ക്കിടെ ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ പറയുന്നതിനെ തുടർന്ന് പ്രതിഷേധം വ്യാപകമായിരുന്നു. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് PP സുമോദ് MLA ഇടപെട്ട് യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. ടോൾ പിരിക്കുന്നതിൽ നിന്ന് പ്രദേശവാസികളെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു. വേണമെങ്കിൽ പ്രതിമാസം 340 എന്നത് 300 രൂപയാക്കി കുറയ്ക്കാമെന്ന് അറിയിച്ചുവെങ്കിലും സൗജന്യയാത്ര വേണമെന്ന നിലപാടിൽ മന്ത്രിമാരും MLA-മാരും നിന്നതോടെ ചർച്ച അലസുകയായിരുന്നു. നിയമസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ K. രാജൻ, MP രാജേഷ്, K. കൃഷ്ണൻകുട്ടി, പ്രൊഫസർ R. ബിന്ദു, MLA-മാരായ PP സുമോദ്, KD പ്രസേനൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി സുരേഷ്, കവിതാ മാധവൻ, KL രമേശ്, M. സുമതി, I. ഹസീന, ദേശീയപാത അതോറിറ്റി അധികൃതർ, ടോൾ കമ്പനി അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. KSEB ജീവനക്കാർക്ക് നേരെയും ഓഫീസിൽ നേരെയും നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി ജീവനക്കാരുടെ പ്രതിഷേധം. തിരുവമ്പാടിയിൽ വൈദ്യുതി കാര്യാലയം അടിച്ചു തകർത്ത ജീവനക്കാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം V. മുരുകൻ ഉദ്ഘാടനം ചെയ്തു. P. നിത്യ അധ്യക്ഷയായി. ഷമീം നാട്യമംഗലം, MC ആനന്ദൻ, അനൂപ്, ഉണ്ണികൃഷ്ണൻ, രമേശ് എന്നിവർ സംസാരിച്ചു. വേണ്ടാത്തതിനും കയറി ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം വ്യാപകമായി കണ്ടുവരുന്നു. നവമാധ്യമങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി ബോർഡിനെ ചീത്ത വിളിക്കുന്ന, വൈദ്യുതി ബോർഡ് ജീവനക്കാരെ ചീത്ത വിളിക്കുന്ന, അല്ലെങ്കിൽ വൈദ്യുതി ബോർഡിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ലൈനിൻ്റെ പരിപാലനത്തിനായി ടച്ചിങ്സിനായി മറ്റ് ക്ലെയിംസും മെയിൻ്റനൻസ് വർക്കുകൾക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പുസ്തകം നോക്കുമ്പോൾ. തിരുവമ്പാടി സംഭവത്തെപ്പറ്റി മുൻപ് പറഞ്ഞവരെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഇനിമേൽ ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് മാതൃകാപരമായി ശിക്ഷ നടപ്പിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ തെറ്റായ നയം മൂലം നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ലെൻസ്പെഡ് ഭാരവാഹികൾ. നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ലെൻസ്പെഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമിത വില നൽകിയിട്ടും ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിനിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലെൻസ്പെഡ് ഭാരവാഹികളായ RK മണിശങ്കർ, VR കൃഷ്ണകുമാർ, M. മനോജ്, S. രാജേഷ്, KS ഹരീഷ്, AR വിജയഭാസ്കർ, V. രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് നിർമ്മാണ മേഖല. ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ തന്നെ തൊഴിൽ മേഖല മാത്രമല്ല റവന്യൂ വരുമാനത്തെയും വ്യവസായ മേഖലയെയും കച്ചവട സ്ഥാപനങ്ങളെയും ഒക്കെ കാര്യമായ രൂപത്തിൽ തന്നെ ബാധിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അതിപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇടയാക്കിയിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഗവൺമെന്റ് ഗൗരവപൂർവ്വം കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
ഇത് പലതവണയായി ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ നിങ്ങൾക്ക് തന്നെ നേരിട്ടറിയാം, ഒരു കൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ അതിനാവശ്യമായ പ്രാദേശികമായ മെറ്റീരിയലുകൾ ലഭിക്കുന്ന കാര്യത്തിലും അതിന് നൽകേണ്ട വിലയുടെ കാര്യത്തിലും എത്രമാത്രമാണ് ഓരോ ദിവസവും അത് ലഭ്യമാകാത്ത സാഹചര്യവും ലഭ്യമാകുന്ന സാധനങ്ങൾക്ക് തന്നെ വലിയ തോതിലുള്ള പണം നൽകപ്പെടേണ്ട അവസ്ഥയുണ്ടാകും. പിരായിരി NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും വാർഷിക പൊതുയോഗം നടന്നു. പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. C മധുസൂദനൻ അധ്യക്ഷനായി. N കൃഷ്ണകുമാർ, P ശിവദാസൻ, സിന്ധു രമേശ്, പുഷ്പലത സുരേഷ്, ശ്രീജിത്ത് S നായർ, MA ബാലകൃഷ്ണൻ നായർ, P അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് ചേർത്തലയിൽ ഒരു കൺവെൻഷൻ സെന്റർ ഇനോഗ്രേഷൻ ചെയ്തു. ഇന്ന് അവിടുത്തെ നെയ്യാമ്പള്ളി കരയോഗം പ്രസിഡന്റ് പറഞ്ഞത് അടുത്തത് നെയ്യാമ്പള്ളിയുടെ അടുത്ത ആവശ്യം കൺവെൻഷൻ സെന്റർ ആണ്. നമുക്കും അതുപോലെ ആയിക്കൂടെ? പറ്റില്ലേ? പറ്റും നേരിട്ട് പറയുന്നത് ക്ഷമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. നമ്മളുടെ മന്നത്താജ്യങ്ങൾക്കറിയാം, മന്നത്താജ്യന് പ്രാഥമികമായ വിദ്യാഭ്യാസം നടത്താൻ കഴിവില്ലാത്ത കഷ്ടപ്പെട്ട് പഠിച്ച മനുഷ്യനുണ്ട്. ഒന്നുമില്ല, കഴിവേണ്ടൊന്നും തന്നെ. അദ്ദേഹത്തിന് ഇത്രയും വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി, നമുക്ക് ഇത്രയും കോളേജുകൾ, സൗകര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഇതെല്ലാം ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കോളും? അങ്ങനെ ചിന്തിക്കും. കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിസാൻ സഭ സ്ഥാപക നേതാവ് കേരളീയൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കിസാൻ സഭ സ്ഥാപക നേതാവായിരുന്ന കേരളീയന്റെ അനുസ്മരണ പരിപാടി കുണ്ടുകാട് CPI ഓഫീസിൽ വെച്ചാണ് നടത്തിയത്. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം K രാമചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കേരളീയനായത് കേരളീയൻ എന്ന് പറയാൻ കാരണം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ സമരം ആരംഭിച്ച പോരാട്ടത്തിൽ അതിൽ പടയാളിയായി പോയി അറസ്റ്റ് വരിച്ചു. ആ അറസ്റ്റ് വരിച്ച സമയത്ത് കോടതി അദ്ദേഹത്തെ കൊണ്ടുവന്നു. വെള്ളക്കാരാണ് അന്നത്തെ കോടതിയുടെ ജഡ്ജിമാർ. അവർ ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്താ പേര്? അപ്പോൾ അവർ അറിയുന്ന വിധത്തിൽ പറഞ്ഞത്, അഭിമാനത്തോട് പറഞ്ഞത്, ഞാൻ മലയാളിയാണ്, അതുകൊണ്ട് എൻ്റെ പേർ കേരളീയൻ എന്നാണ്. അങ്ങനെയാണ് കേരളീയനായി മാറുന്നത് കടപ്പുറത്ത് കുഞ്ചപ്പ നമ്പ്യാർ എന്ന് പറയുന്ന ആൾ. അതാണ് ഇന്നും കേരളീയൻ പറയും. ആ പേര് പലർക്കും ഈ പേരറിയില്ല. അങ്ങനെയായിരുന്നു. ജീവിതം തന്നെ നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ്. ശശിധരൻ പൂങ്ങോട് അധ്യക്ഷനായി. വാസുദേവൻ തെന്നിലാപുരം, ജില്ലാ പഞ്ചായത്ത് അംഗം PM അലി, സലീം പ്രസാദ്, സുരേഷ് കുമാർ, അലി കുന്നങ്കാട്, ജാക്സൺ ലൂയിസ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. തിരുവില്ലാമല ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. കർക്കിടകം 1 മുതൽ ആരംഭിക്കുന്ന നാലമ്പല ദർശനത്തിനുള്ള സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2022 മുതലാണ് പാലക്കാട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനത്തിന് തുടക്കം കുറിച്ചത്. തിരുവില്ലാമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുഴൽമന്നം, പുൽപ്പൂരമന്നം ഭരതക്ഷേത്രം, കുത്തന്നൂർ, കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം കഴിഞ്ഞ് തിരുവില്ലാമല ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതോടെയാണ് ദർശനം പൂർത്തിയാവുന്നത്. 20 കിലോമീറ്റർ ചുറ്റളവിൽ നാലമ്പല ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത്, P ബിന്ദു, KK കല, മനോജ് K നായർ, K സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുൽപ്പുരമന്ദത്തിലെ ഭരതക്ഷേത്രമാണ്. അത് തിരുവില്ലാമല ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററിനുള്ളിലാണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റത് കൽക്കുളം ശത്രുഘ്ന സ്വാമി ക്ഷേത്രമാണ്. അത് പുൽപ്പുരമന്ദത്തിൽ നിന്ന് 2 കിലോമീറ്റർ. എല്ലാം ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 3 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് അത്രത്തോളം സൗകര്യപ്രദമായിട്ട് നമുക്ക് നാലമ്പല ദർശനം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. 2022 ആദ്യമായിട്ട് പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനം ആരംഭിക്കുന്നത്. ആ വർഷം തന്നെ ഏകദേശം 75,000-ഓളം പേര് അത് നാലമ്പല ദർശനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഏകദേശം ഒരു കണക്കുള്ളത്. അപ്പോൾ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പിറ്റേ വർഷം 2023 കഴിഞ്ഞ വർഷം നമ്മൾ നാലമ്പല ദർശനത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിഴക്കഞ്ചേരി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു.
വടക്കഞ്ചേരി മയൂക ഹാളിൽ ചേർന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചു കഴിഞ്ഞു ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൊല്ലം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ അവിടുത്തെ 18 ബ്ലോക്കുകളും വീട് കൊടുക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. അതിൻ്റെ ശ്രമവും അവരാരംഭിച്ചു. അവരുടെ ആഗ്രഹം ഈ 18 ബ്ലോക്കുകളിൽ ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ ഈ വീടുകളുടെ താക്കോൽദാന കർമ്മം നിർവഹിക്കണം എന്നവർ ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനവും സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തനവും ഒക്കെയായി നിശ്ചയിച്ച തീയതികളിൽ നിന്നൊക്കെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അവർ 5 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാമെന്ന് തീരുമാനമെടുക്കുകയും അതിന് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ തീയതി കിട്ടുന്നതിനുമായി ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് സാങ്കേതികമായി വന്ന തടസ്സം. യൂണിറ്റ് പ്രസിഡന്റ് K വേലാമണി അധ്യക്ഷനായി. K വിജയകുമാരി, VV മുരുകൻകുട്ടി, CM വർഗീസ്, M വേലപ്പൻ, A ചന്ദ്രൻ, മോളി ജോൺ, N ഗോവിന്ദൻ, KE യൂസഫ് എന്നിവർ സംസാരിച്ചു. KPSTA മുൻ സംസ്ഥാന നേതാവ് സുകുമാരൻ ഉണ്ണിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് P ഹരിഗോവിന്ദൻ അർഹനായി. ജൂലൈ 13 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് KPSTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KPSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഹരിഗോവിന്ദന്റെ പ്രവർത്തനം കണക്കിലെടുത്താണ് അവാർഡ് നൽകുക. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, K സുരേഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സുകുമാരൻ മാസ്റ്ററുടെ നാമധേയത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 5ാമത്തെ വർഷമാണ്. അതിലെ അവാർഡ് നിർണയ കമ്മിറ്റിയിലുള്ളത് VC കബീർ മാഷും, ചന്ദ്രേട്ടൻ, മുൻ MLA ചന്ദ്രേട്ടൻ, പിന്നെ KAPT യൂണിയൻ്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് DA ഹരിഹരൻ, അങ്ങനെ 3 പേരാണ് ഈ അവാർഡ് നിർണയ കമ്മിറ്റി ഉള്ളത്. 1ാമത്തെ അവാർഡ് നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് വെച്ചാണ് ആരാധനായ ഉമ്മൻചാണ്ടി എന്നത് KPSTയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അജിത് മാഷ് കൊടുത്തത്. ഇത് 5ാമത്തെ അവാർഡാണ്. ഈ വർഷം അവാർഡ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പാലക്കാടിലെ KPSTയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഓൾ ഇന്ത്യൻ പ്രൈമറി ടീച്ചേഴ്സ് ഫ്രണ്ടിന്റെ ട്രഷററുമായിട്ടുള്ള ഹരിഗോവിന്ദ മാഷാണ് ഈ വർഷത്തെ അവാർഡ് അവർ പറഞ്ഞിരിക്കുന്നത്. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ ധർണ നടത്തി. ധർണ INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A ഷിജു അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വാസു, വിനോദ് ചറാട്, MC സജീവൻ, KK വേലായുധൻ, C വിജയൻ, ഹേമലത, ലീല ശിവദാസൻ എന്നിവർ സംസാരിച്ചു. 30 വർഷം പിടിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഒരു സുപ്രഭാതത്തിൽ നാളെ തൊട്ട് വരണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല. അവർക്ക് വേണ്ടായെന്നുണ്ടെങ്കിൽ 70 വയസ്സ് വരെ ചെയ്യാനാണ് നിങ്ങൾക്ക് ഒരു ഓർഡർ ഉള്ളത്. മിനിമം വേജസ് കൊടുക്കുന്ന 750 റുപ്യ വെച്ചും. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ വേണ്ട വയ്ക്കുകയാണെങ്കിൽ സ്വയം ആ പ്രായമായി പിരിഞ്ഞു പോകുന്നതും, വേണ്ട വയ്ക്കുകയാണെങ്കിൽ കോമ്പൻസേഷൻ ഈ പറഞ്ഞ ഒരു 5 ലക്ഷം 6 ലക്ഷം ഒക്കെ കൊടുത്തേ പറ്റും, വേണ്ട വയ്ക്കുകയാണെങ്കിൽ. അതല്ലാതെ പിരിച്ചുവിട്ടിട്ട് പുതിയ ആളെ എടുക്കുക എന്നുള്ള വ്യാമോഹവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും INTUCയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം മലമ്പുഴ പഞ്ചായത്തിലുണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്നിയങ്കര ടോൾ വിഷയം. തിരുവനന്തപുരത്ത് മന്ത്രിതല സംഘം നടത്തിയ ചർച്ച പരാജയം. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന കരാർ കമ്പനി അധികൃതർ. KSEB ജീവനക്കാർക്ക് നേരെയും ഓഫീസിന് നേരെയും നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി ജീവനക്കാരുടെ പ്രതിഷേധം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിന് മുന്നിൽ ധർണ നടത്തി. സർക്കാരിന്റെ തെറ്റായ നയം മൂലം നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ലെൻസ്പെഡ് ഭാരവാഹികൾ. നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ലെൻസ്പെഡ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.